ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിഡിലനായിട്ടുള്ള ഒരു ബീഫ് ഗ്രേവിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് വേണ്ടത് ഒരു 3/4 കിലോളം ബീഫ് ഉണ്ടാവും. അത് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം വിനാഗിരി. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, അതായത് ഒരു 1 ഗ്ലാസ് വെള്ളം ഉണ്ടാവും, അതുകൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബീഫും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ബീഫ് വേവാനുള്ള വിസിൽ നമ്മൾ ഇടുക. ഇതിലൊരു 5 or 6 വിസിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ബീഫിൻ്റെ വേവിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളിതിൽ ഇട്ടതിപ്പോൾ ഒരു 6 വിസിലാണ് ഇട്ടത്. അപ്പോൾ 6 വിസിലിട്ടതിന് ശേഷം, അത് വെന്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം, ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തോന ഓയിൽ ഒഴിക്കാം. നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഈ ഓയിൽ. കുറച്ച് തോന ഓയിൽ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് 2 സവാള അരിഞ്ഞതാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഈ സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ഉണക്കമുളക് കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ കൂടി എടുത്ത് വഴറ്റിയിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഫ്രൈ ചെയ്ത ഉള്ളി ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ഓയിലിൽ, പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് ഓയിലാണ്. അപ്പോൾ ആ ഓയിലിലേക്ക് നമുക്ക് 2 കറാമ്പൂ, 2 ഏലക്കായ, 2 പീസ് പട്ടയും കൂടി ഇടുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത് 15 ചെറിയ ഉള്ളി ഉണ്ടാവും. അത് 2 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട്, ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഇതേപോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഒരു ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതേപോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്കതൊരു കടായിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഈ അരച്ച പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് ഈ അരച്ച് വെച്ച പേസ്റ്റ് നമ്മൾ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു 2 ചെറിയ തക്കാളിയാണ് നന്നായിട്ട് വഴറ്റിയെടുക്കണം.
പേസ്റ്റും തക്കാളിയും ഒക്കെ കൂടി നന്നായിട്ട് വഴണ്ടി വരണം. ഇതേപോലെ ഈ പരുവായതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫും അതിൻ്റെ സ്റ്റോക്കും കൂടി ചേർക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കുറച്ച് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒക്കെ ഒന്നുകൂടി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ പേസ്റ്റും തക്കാളിയും ബീഫും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്ന ശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ അതിലേക്ക് കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചതാണ്. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ഫ്രൈ ചെയ്തതുണ്ടല്ലോ, അതാണ് ഇനി ചേർക്കുന്നത്. ഉള്ളി ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാൻ. അപ്പം ഇതിലൊരു നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബീഫ് ഗ്രേവി എന്ന് പറയുന്നത്. നല്ല കിഡിലൻ ഐറ്റമാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിക്കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം.